അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് അതിമഹത്തായ ഒരു ദിക്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ദിക്റിൻ്റെ ഗുണങ്ങൾ പറയേണ്ടതെന്നറിയില്ല. അത്രക്കും ഗുണം ലഭിക്കുന്ന ഒരു ദിക്റാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം ഈ ദിക്ർ ചൊല്ലുന്നത്. ആ ദിക്റിൻ്റെ ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്ന. അതിലൊന്നാമത്തെ ഗുണം, സകല കെട്ടുകളും അഴിഞ്ഞു എളുപ്പമായി തീരും. അവൻ്റെ എല്ലാ കെട്ടുകളും, അതായത് അവൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടുമെന്നാണ് അതിൻ്റെ ഉദ്ദേശം. രണ്ട്, അവൻ്റെ സ്വത്തിലും ആഹാരത്തിലും വർധനവും ബർക്കത്തും ഏറി വരും ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ. മൂന്നാമത്തെ വിഷയം, വീട്ടുകാർക്കും ബർക്കത്ത് കൈവരിക്കും. അതായത് ഈ ഒരു ദിക്ർ വീട്ടിൽ ചൊല്ലുന്നവരുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കും ആ ദിക്റിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് ആ ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ വിഷയം, ജോലിയിലെ പ്രയാസങ്ങൾ നീങ്ങും. അഞ്ച്, ചെയ്യുന്ന ജോലിയിൽ എളുപ്പമായിത്തീരും. നമ്മൾ ചെയ്യുന്ന ജോലി എപ്പോഴും പ്രയാസം നിറഞ്ഞതും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് നിറഞ്ഞത്, അത് എളുപ്പമായിത്തീരും ഈ ദിക്ർ ചൊല്ലലോടുകൂടി. ആറാമത്തെ വിഷയം, ആഹാര കവാടങ്ങൾ വിടർന്ന് വിശാലമാകും. ഏഴാമത്തത്, എല്ലാ കെട്ടുകളും തടസ്സങ്ങളും മുടക്കങ്ങളും അഴിഞ്ഞു പോകും. എട്ടാമത്തെ വിഷയമാണ്, ജോലി സംബന്ധമായും കുടുംബ സംബന്ധമായും അഭിവൃദ്ധിപ്പെടും. അത് ഒമ്പതാമത്തത്, ആരോഗ്യവും സൗഖ്യവും ഉണ്ടാവും, എപ്പോഴും ആരോഗ്യമുണ്ടാവും. പത്താമത്തെ വിഷയം, കൈവെക്കുന്നതിലെല്ലാം എന്തുണ്ടാവും? ബറക്കത്തുണ്ടാവും. ഏത് മേഖലയിൽ കൈവെക്കുമ്പോൾ ആ മേഖലയിൽ ബറക്കത്തുണ്ടാവും. ഇത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രചിച്ച ജൽജലൂത്ത് എന്ന ബൈത്തിൽ നിന്ന് ഈ ദിക്റാണ് ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ഈ ദിക്റിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഏതാണ് ആ ദിക്ർ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ, ഈ ബൈത്തിൻ്റെ അർത്ഥം, അതായത് ഈ ബൈത്തിൻ്റെ അർത്ഥം പറയുന്നത്, അതായത് അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ തൊഴിലുകളിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. യാഹു അർമഹത്ത് എന്ന പുണ്യനാമങ്ങൾ ഉടയവനെ, ഞരക്കത്തിൻ്റെ കെട്ടുകളെ ഞങ്ങളിൽ നിന്ന് നീ അഴിച്ചു കളയണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് ദിവസവും ഒരു 70 വട്ടം സുബിഹിക്കോ അല്ലെങ്കിൽ ഏത് സമയമാവട്ടെ 70 വട്ടം ഓതിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് ഇത് ദുആ ചെയ്താൽ നിങ്ങളുടെ എല്ലാ പ്രയാസവും മാറിക്കിട്ടുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബൈത്തിൻ്റെ മറ്റൊരു പ്രയോജനമുള്ളത്, 3 വട്ടം ഈ ബൈത്ത് കടലാസിൽ എഴുതുക. എന്നിട്ട് ശേഷം ആ കടലാസ് കച്ചവട ചരക്കിലോ പീടികയിലോ വെക്കാൽ. എന്നാൽ കച്ചവടം നല്ല വർദ്ധിക്കും, പിശാചും കള്ളന്മാരൊന്നും അടുക്കുകയില്ല എന്ന് ഈ ദിക്റിൻ്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.